NDA യോഗം അല്പസമയത്തിനകം തിരുവല്ലയിൽ ചേരും. വിവരങ്ങളുമായി വിനോദ് ചേരുന്നു. അതുപോലെ തന്നെ ചേർത്തലയിൽ നിന്ന് N ശ്രീനാഥും ചേരുന്നുണ്ട്. വിനോദ്, 12 മണിയോടെയാണോ NDA യോഗം? നേതാക്കൾ എത്തി തുടങ്ങിയോ? ശരത്ത്, അല്പസമയത്തിനുള്ളിൽ തുഷാർ വെള്ളാപ്പള്ളി ചേർത്തലയിൽ മാധ്യമങ്ങളെ കാണും. അതിനുശേഷം അദ്ദേഹം ഇവിടേക്ക് എത്തും. BJP നേതാക്കൾ രാവിലെ മുതൽ തന്നെ ഇവിടെയുണ്ട്. സുകുമാരൻ നായരുടെ ഭാര്യ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ പങ്കെടുക്കുകയാണ് BJP നേതാക്കൾ ചങ്ങനാശ്ശേരിയിൽ. അവിടെ നിന്ന് അവർ തിരുവല്ലയിലേക്ക് എത്തും. 12 മണിയോടുകൂടി ഈ യോഗം ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. BDJS-നെ സംബന്ധിച്ച് 2 സീറ്റുകളിലാണ് ആശയക്കുഴപ്പം നിലനിൽക്കുന്നത്. വയനാടും തൃശ്ശൂരും. ഈ 2 സീറ്റുകളുടെയും പ്രഖ്യാപനം ഇന്നും ഉണ്ടാകില്ല. ഇക്കാര്യം തുഷാർ വെള്ളാപ്പള്ളി തന്നെ സ്ഥിരീകരിച്ചു. ഏതായാലും വയനാട്ടിൽ രാഹുൽ ഗാന്ധി എത്തുകയാണെങ്കിൽ അവിടെ ദേശീയ തലത്തിലെ തന്നെ ഒരു BJP നേതാവ് മത്സരിക്കുമെന്നാണ് അതിൻ്റെ ഒരു സൂചനയാണ് ശ്രീധരൻ പിള്ള ഇന്ന് രാവിലെയും മാധ്യമങ്ങളോട് പങ്കുവച്ചത്. അതേസമയം BDJS-നുള്ളിൽ ഒരു അഭിപ്രായമുണ്ട്. തൃശ്ശൂരാണ് ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുമെന്ന് പറയപ്പെടുന്ന മണ്ഡലം. അങ്ങനെ വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി എത്തിയാൽ തുഷാർ വെള്ളാപ്പള്ളി തന്നെ വയനാട്ടിൽ മത്സരിക്കണമെന്ന് BDJS-ലെ ഒരു വിഭാഗം നേതാക്കളും ആവശ്യപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ അത്തരത്തിലേക്ക് കാര്യങ്ങൾ പോയേക്കില്ല. BJP തന്നെ അവിടെ മത്സരിക്കും. അങ്ങനെയെങ്കിൽ 5 സീറ്റാണ് BDJS-ന് ഇതിനകം വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. വയനാട് BJP ഏറ്റെടുത്താൽ 1 സീറ്റിൻ്റെ കുറവുണ്ടാകും. അത് പരിഹരിക്കാനുള്ള ചർച്ചകൾ ഉണ്ടാകണം. നേരത്തെ തന്നെ BJP കേന്ദ്ര നേതൃത്വം BDJS-ന് നൽകിയ ഉറപ്പുകളുണ്ട്. രാജ്യസഭാ സീറ്റും ബോർഡ് കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനങ്ങളും. ഇതിൽ ഒരു ചെയർമാൻ സ്ഥാനം മാത്രമാണ് BDJS-ന് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. രാജ്യസഭാ സീറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കേന്ദ്ര നേതൃത്വം വാക്ക് പാലിച്ചില്ല എന്ന പരാതിയുണ്ട്. അതോടൊപ്പം തന്നെ തുഷാർ വെള്ളാപ്പള്ളി തൃശ്ശൂർ മത്സരിക്കുന്നതിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കരുത് എന്ന നിലപാടിൽ ഇപ്പോഴും വെള്ളാപ്പള്ളി ഉറച്ചു നിൽക്കുന്നു. ഇത്തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും NSS-ന്റെ ഒരു പിന്തുണ തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും BJP-ക്ക് NDA-ക്ക് ഉണ്ടാകണം എന്ന തരത്തിലുള്ള വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഏതായാലും ശ്രീധരൻ പിള്ള അത് തള്ളിക്കളഞ്ഞിരിക്കുന്നു. പത്തനംതിട്ടയെ സംബന്ധിച്ച് നമുക്കറിയാം, K. സുരേന്ദ്രനും ശ്രീധരൻ പിള്ളയും തമ്മിൽ വലിയ വടംവലി നടന്ന ഒരു മണ്ഡലമാണ് പത്തനംതിട്ട. അവിടെ NSS K. സുരേന്ദ്രനെ സഹായിക്കുമെന്ന വാഗ്ദാനം വന്നാൽ കൂടി ശ്രീധരൻ പിള്ള അതിനെ പിന്തുണയ്ക്കുന്ന സാഹചര്യമില്ല. അതുതന്നെയാണ് ഇന്ന് രാവിലെ അത്തരം ഒരു വെളിപ്പെടുത്തൽ തള്ളിക്കളഞ്ഞുകൊണ്ട് ശ്രീധരൻ പിള്ളയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണമുണ്ടായതും. ശരി, വിനോദാണ് തിരുവല്ലയിൽ നിന്ന് ഈ വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ശ്രീനാഥ് കൂടി ചേരുകയാണ് ചേർത്തലയിൽ നിന്ന്. ശ്രീനാഥ്, അല്പസമയത്തിനകം BDJS സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും, വയനാടും തൃശ്ശൂരും ഒഴികെ. ഈ തൃശ്ശൂർ തുഷാർ വെള്ളാപ്പള്ളിയുടെ സീറ്റിൻ്റെ കാര്യത്തിൽ പ്രഖ്യാപിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒന്ന്, ഇപ്പോഴും SNDP യോഗം ഭാരവാഹിയാണ് തുഷാർ വെള്ളാപ്പള്ളി. അതൊരു പ്രശ്നമാണോ? അതോ ഈ വയനാട് രാഹുൽ ഗാന്ധി വന്നാൽ അവിടെ മത്സരിച്ച് കുറെ കൂടി തിളങ്ങാം എന്ന തുഷാറിൻ്റെ ഒരു താല്പര്യം അതിന് പിന്നിലുണ്ടോ? പക്ഷേ ആ സീറ്റ് ഏറ്റെടുക്കാനാണ് BJP ആഗ്രഹിക്കുന്നത് രാഹുൽ ഗാന്ധി വന്നാൽ. തൃശ്ശൂർ വയനാട് സീറ്റുകൾ സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പം ഇപ്പോഴും BJP-യിലും BDJS-ലും നിലനിൽക്കുകയാണ്. ഈ സീറ്റ് ഏറ്റെടുക്കണം, അതായത് രാഹുൽ ഗാന്ധി വന്നാൽ വയനാട് സീറ്റ് ഏറ്റെടുക്കണം എന്നൊരു നിലപാടിൽ BJP ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം അത്തരത്തിൽ സീറ്റ് വിട്ടുകൊടുക്കേണ്ട എന്നൊരു നിലപാടിലാണ് ഇപ്പോൾ BDJS എത്തിയിരിക്കുന്നത്. അങ്ങനെ വന്നാൽ തുഷാർ വെള്ളാപ്പള്ളി തന്നെ വയനാട് മത്സരിക്കുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ ഒരുപക്ഷെ ജയസാധ്യത കുറവാണെങ്കിൽ പോലും ഒരു ദേശീയ ശ്രദ്ധ ആകർഷിക്കാൻ BDJS-നും അതിൻ്റെ അധ്യക്ഷനും കഴിയും എന്നൊരു നിലപാടിലാണ് ഇപ്പോൾ BDJS എത്തിയിരിക്കുന്നത്. ഏതായാലും ആ സീറ്റ് വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിനില്ല എന്നൊരു നിലപാടിലാണ് ഇപ്പോഴും BDJS. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തൃശ്ശൂരും വയനാട്ടിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ തൃശ്ശൂരിൽ നിന്ന് BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി വയനാട്ടിലേക്ക് പോകുന്ന ഒരു സാധ്യതയാണ് അവർ ആരായുന്നത്. എങ്കിലും BJP-യുടെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ ഒരു വലിയ ദേശീയ നേതാവ് തന്നെ അവിടെ മത്സരിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ സ്മൃതി ഇറാനിയെ പോലെയുള്ള ഏതെങ്കിലും ദേശീയ നേതാവ് വയനാട്ടിൽ അങ്ങനെ വന്നാൽ മത്സരിക്കേണ്ടി വരും. അതുകൊണ്ട് ആ സീറ്റ് ആവശ്യമുണ്ട് എന്നൊരു നിലപാടിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയുമാണ്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ളൊരു ആശയക്കുഴപ്പത്തിൽ അന്തിമ തീരുമാനമാകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ 2 സീറ്റുകളുടെ പട്ടിക പ്രഖ്യാപിക്കുന്നത് മാറ്റിവെക്കുന്നത്. ഏതായാലും മത്സരിക്കാൻ ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് BDJS ഇപ്പോൾ നിൽക്കുന്നത്, തൃശ്ശൂരും അതേപോലെ വയനാട്ടിലും. ഏതായാലും തൃശ്ശൂരിൽ BDJS അധ്യക്ഷൻ മത്സരിക്കുന്ന സംബന്ധിച്ചുള്ള നേരത്തെ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. അത് പരിഹരിച്ചു എന്നാണ് BDJS നേതൃത്വങ്ങൾ ഇപ്പോൾ നമ്മളോട് പറയുന്നത്. കാരണം അവിടെ BDJS അധ്യക്ഷൻ രാഹുൽ ഗാന്ധി അല്ല വയനാട് വരുന്നതെങ്കിൽ അവിടെ തൃശ്ശൂരിൽ BDJS-ന്റെ അധ്യക്ഷൻ തന്നെ മത്സരിക്കും എന്നൊരു നിലപാടിലാണ് BDJS. അക്കാര്യത്തിൽ മാറ്റമില്ല എന്നൊരു നിലപാടും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ശരി ശ്രീനാഥ്, ഇനി SNDP ഭാരവാഹി സ്ഥാനം രാജിവെക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ കൂടി കൗതുകകരമായി തുടരുകയാണ്. ശ്രീനാഥാണ് BDJS സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ നൽകിയത്. ഒപ്പം വിനോദ്, NDA യോഗവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ.